നമസ്കാരം. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ രാജ്യത്തിന് നഷ്ടപ്പെടും എന്ന ഭീഷണി കഴിഞ്ഞ കുറേ നാളുകളായി ബംഗ്ലാദേശ് ഉയർത്തുകയാണ്. ബംഗ്ലാദേശുമായി ഇന്ത്യ എപ്പോഴാണ് ഇത്തരത്തിൽ നയതന്ത്ര ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് അവരെ അവിടെ നിന്ന് നാട് കടത്തിയതിന് ശേഷം അവിടെ ഉണ്ടാക്കിയ ഒരു ഇടക്കാല സർക്കാർ, ആ ഇടക്കാല സർക്കാർ ആദ്യ ദിവസം മുതൽ തന്നെ ഒരു ആൻറ്റി ഇന്ത്യ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം കൊടുത്തു എന്നതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കാനുമൊക്കെ ശ്രമം നടത്തിയിരുന്നു ബംഗ്ലാദേശ്. ഇപ്പോഴിതാ ഇന്ത്യ വിരുദ്ധതയുടെ ഏറ്റവും കൊടുമുടിയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു ബംഗ്ലാദേശിൻ്റെ നിലപാടുകൾ. അതായത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, മിസോറാം, അതുപോലെ തന്നെ ത്രിപുര, നാഗാലാൻഡ് എന്നിങ്ങനെയുള്ള 7 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഈ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ 7 സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മെയിൻ ലാൻഡിന് പുറത്തായിട്ടാണ് ഈ 7 സംസ്ഥാനങ്ങളും സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ലാൻഡുമായി ഈ 7 സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്നത് സിലിഗുരി കോറിഡോർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന വളരെ ഇടുങ്ങിയ ഒരു ഇടനാഴിയാണ്. ഇതാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന ഒരു സുരക്ഷാ ഭീഷണി. ഈ ചിക്കൻ നെക്ക് പിടിച്ചു കഴിഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് മാറ്റാം എന്നാണ് പലരും കണക്ക് കൂട്ടുന്നത്. അതിനെതിരെ ഇന്ത്യക്ക് എപ്പോഴും ഒരു പിടിവള്ളിയായിരുന്നത് ബംഗ്ലാദേശ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ചിക്കൻ നെക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ സുരക്ഷാ പ്രതിരോധം തീർത്തുകൊണ്ട് ഇന്ത്യ പലതരത്തിലുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിൻ്റെ ഈ ചുവടുമാറ്റത്തെയാണ് പാകിസ്ഥാനും ചൈനയും അമേരിക്കയും എല്ലാം ഒരു അവസരമായി കാണുന്നത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് ഈ രീതിയിൽ ഭീഷണി മുഴക്കുന്നത് തുടരുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു വിദ്യാർത്ഥി നേതാവ് ഹസ്നത്ത് അബ്ദുള്ള, ഈ ഹസ്നത്ത് അബ്ദുള്ളയെ നമുക്കറിയാവുന്നതാണ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ പ്രക്ഷോഭം തുടങ്ങിയ കാലത്ത് ഈ ഹസ്നത്ത് അബ്ദുള്ള എന്ന 27കാരൻ വലിയ പ്രസിദ്ധി ആർജിച്ചിരുന്നു. അന്ന് അവിടുത്തെ സംവരണ നയത്തിനെതിരെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തയാളാണ് ഹസ്നത്ത് അബ്ദുള്ള. ഈ ഹസ്നത്ത് അബ്ദുള്ളയുടെ തുടങ്ങിവെച്ച പ്രക്ഷോഭമാണ് പിന്നീട് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്ന ഒരു വലിയ കലാപത്തിലേക്ക് മാറിയത്. ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഈ പ്രക്ഷോഭകാരികളെല്ലാം NCP, നാഷണൽ സിറ്റിസൺസ് പാർട്ടി ഓഫ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അവിടെ രൂപം കൊടുക്കുന്നു. ഈ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ചുമതല ഹസ്നത്ത് അബ്ദുള്ളയ്ക്ക് നൽകുന്നു. ഹസ്നത്ത് അബ്ദുള്ള ഉൾപ്പെടുന്ന NCP ആണ് അവിടുത്തെ ഇടക്കാല സർക്കാരിനെ, NCPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവിടുത്തെ ഇടക്കാല സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഭരണകക്ഷിയിൽപ്പെട്ട, ഭരണമുന്നണിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണ് ഇപ്പോൾ ഹസ്നത്ത് അബ്ദുള്ള. ധാക്കയിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഈ കഴിഞ്ഞ ദിവസം ഹസ്നത്ത് അബ്ദുള്ള പറഞ്ഞത് ഇന്ത്യ ബംഗ്ലാദേശിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്നുവെന്നാണ്, ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്നുവെന്നാണ്. അങ്ങനെ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് മറക്കേണ്ടി വരും. ഞങ്ങൾ ചിക്കൻ നെക്ക് പിടിക്കും, പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് ഇന്ത്യക്ക് അവകാശവാദം ഉന്നയിക്കാനായില്ല എന്നൊക്കെയാണ് ഈ പറയുന്ന ഹസ്നത്ത് അബ്ദുള്ള പരസ്യമായി അവിടെ നിന്ന് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെ ഇന്ത്യ കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ എംബസിക്ക് ചുറ്റും ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഹസ്നത്ത് അബ്ദുള്ളയും സംഘവുമൊക്കെ ശ്രമിച്ചിരുന്നു. ഇതിൻ്റെ പേരിൽ ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ചിക്കൻ നെക്ക് പിടിച്ചടക്കി ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം എന്ന് വ്യാമോഹിക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സത്യത്തിൽ ഈ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഒരു കാലത്ത് വിഘടനവാദ പ്രവർത്തനം ശക്തമായിരുന്നു. ഇപ്പോൾ അത്രമാത്രം വിഘടനവാദ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നില്ല. ആ വിഘടനവാദ സംഘടനകൾക്ക് ബംഗ്ലാദേശ് രാഷ്ട്രീയ അഭയം നൽകുമെന്നും ഇത്തരം വിഘടനവാദികളെ പാലൂട്ടി വളർത്തുമെന്നും അവരെ ഇന്ത്യക്കെതിരായി ഉപയോഗിക്കും എന്നുമൊക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് കണക്ക് കൂട്ടുന്നത്. അതായത് ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകി പാർപ്പിച്ചിരിക്കുന്നതാണ് ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ബംഗ്ലാദേശിൻ്റെ ശത്രുക്കളെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യ സഹായിക്കുന്നു, അങ്ങനെ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്നാണ് ഇവരുടെയൊക്കെ ആരോപണം. ഇന്ത്യ ചെയ്യുന്നത് ഇത്രമാത്രമാണ്. അവിടെ നിന്നും ജീവനും കൊണ്ടോടിയ
അന്നത്തെ പ്രധാനമന്ത്രി, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് എന്നോർക്കണം, ആ പ്രധാനമന്ത്രിക്ക് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്നു. ഷെയ്ഖ് ഹസീന ഇന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ അഭയം നൽകലായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ബംഗ്ലാദേശ് ഇന്ത്യക്ക് മേൽ ആവശ്യം ഉന്നയിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ നൽകിക്കൊണ്ട് അവിടുത്തെ ഒരു കോടതി ഉത്തരവായിരിക്കുന്നു. ഈ വധശിക്ഷ നടപ്പിലാക്കാനാണ് ഇവർ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്ന് ആവശ്യപ്പെടുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള കരാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുന്നിൽ വയ്ക്കുന്നത്. എന്നാൽ ഇന്ത്യ അതിനെ നിർദ്ദയം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയമായ ഇത്തരത്തിലുള്ള കേസുകൾക്ക് ആ കരാർ ബാധകമല്ല എന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതിൽ പ്രകോപിതരായിട്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണി ബംഗ്ലാദേശ് മുഴക്കുന്നത്. എന്നാൽ ഈ ഭീഷണികളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ തള്ളുകയാണ് ഇന്ത്യ. അതേസമയം ബംഗ്ലാദേശ് അതിർത്തിയും ഈ പറയുന്ന ചിക്കൻ നെക്കൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ ജാഗ്രത ഇന്ത്യ പുലർത്തുന്നുണ്ട്. ഇന്ത്യയോട് കളിക്കാൻ വന്നാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഓപ്പറേഷൻ സിന്ദൂർ ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഗവൺമെൻറ് തന്നെ ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, അസമിൻ്റെ ഈ 7 സിസ്റ്റേഴ്സിൽ ഒന്നായ അസം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ ഇപ്പോൾ ഈ അവകാശവാദങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുകയാണ്. ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയാണ് എന്നും ഇന്ത്യ ഒരു ആണവ ശക്തിയാണ് എന്നും ഏറ്റവും ചെറിയ രാജ്യമായ ബംഗ്ലാദേശ് മറക്കരുത് എന്ന ഉപദേശമാണ് അസം മുഖ്യമന്ത്രി ഇപ്പോൾ ബംഗ്ലാദേശിന് നൽകുന്നത്. അതായത് ഇന്ത്യയുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ സാമ്പത്തിക സ്ഥിതിയിലായാലും സൈനിക ശക്തിയിലായാലും ഇന്ത്യയുമായി ഒരു കാരണവശാലും താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശ് ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു വലിയ ഭൂവിഭാഗം പിടിച്ചെടുക്കുമെന്നൊക്കെ ഭീഷണി മുഴക്കുന്നത് വലിയ തമാശയാണ് എന്ന് പ്രതികരിച്ചിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.